നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വേനൽച്ചൂട് കടുത്തതോടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ തീപിടുത്തങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളിൽ കഴിഞ്ഞ ദിവസം അഗ്നിബാധ ഉണ്ടായിരിക്കുകയാണ്. 2 പേർ മരണപ്പെടുകയും ചെയ്തു. സൗദിയിൽ കിഴക്കൻ മക്കയിൽ ഹജ്ജ് കമ്പനി വെയർഹൌസിലുണ്ടായ അഗ്നിബാധയിലാണ് 2 തൊഴിലാളികൾ മരണപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാർക്ക് സേവനങ്ങൾ നൽകുന്ന ത്വവാഫ കമ്പനിക്ക് കീഴിലെ വെയർഹൌസിലാണ് അഗ്നിബാധയുണ്ടായത്. അറഫയ്ക്ക് കിഴക്ക് വാദി അൽ അഖ്തറിൽ കമ്പനി വാടകയ്ക്കെടുത്ത വെയർഹൌസിലാണ് തീ പടർന്നു പിടിച്ചതെന്നും പഴയ ഫർണിച്ചർ ശേഖരമാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നതെന്നും കമ്പനി അറിയിച്ചു. സിവിൽ ഡിഫൻസ് യൂണിറ്റുകൾ റെക്കോർഡ് സമയത്തിനകം തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും 2 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. അതുപോലെ കുവൈത്തിൽ 3 ഇടങ്ങളിലാണ് തീപിടുത്തമുണ്ടായത്. അങ്കര മേഖലയിൽ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായതായി സെൻട്രൽ ഓപ്പറേഷൻസ് വിഭാഗത്തിൽ റിപ്പോർട്ട് ലഭിക്കുകയായിരുന്നുവെന്ന് ജനറൽ ഫയർഫോഴ്സിന്റെ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ വിഭാഗം അറിയിച്ചു. 4 കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാ സംഘങ്ങളെ പ്രദേശത്തെ തീയണയ്ക്കാനായി നിയോഗിച്ചത്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയപ്പോൾ മരം, സ്പോഞ്ച് എന്നിവ സൂക്ഷിച്ച വെയർഹൌസിലാണ് തീപിടുത്തമുണ്ടായതെന്ന് വ്യക്തമായി. അപകടങ്ങളൊന്നും കൂടാതെ ഫയർഫോഴ്സ് തീയണച്ചതായി പബ്ലിക് റിലേഷൻസ് വിഭാഗം അറിയിച്ചു. ഫാക്ടറികൾ, വെയർഹൌസുകൾ, വാണിജ്യ കെട്ടിടങ്ങൾ എന്നിവയുടെ സുരക്ഷ, അഗ്നി പ്രതിരോധ ആവശ്യകതകൾ ഉറപ്പായും നടപ്പിലാക്കണമെന്നും ജനറൽ ഫയർഫോഴ്സിന്റെ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ വിഭാഗം ഉടമകളോട് ആവശ്യപ്പെട്ടു. ഇതുകൂടാതെ ക്യാപിറ്റൽ ഗവർണറേറ്റിലെ കൊമേഴ്ഷ്യൽ ടവറിലും വ്യാഴാഴ്ച തീപിടുത്തമുണ്ടായി. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. വ്യാഴാഴ്ച തന്നെ ജലീബ് അൽ ഷുയൂഖിലെ അറബ് വീടിനും തീപിടിച്ചിരുന്നു. സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാ അംഗങ്ങൾ തീ അണയ്ക്കുകയായിരുന്നു. അതേസമയം ഒമാനിലെ സമയിൽ വിലായത്തിൽ ഒരു വീട്ടിൽ തീപിടുത്തമുണ്ടായി. എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്കുകളില്ലെന്നാണ് റിപ്പോർട്ട്. അൽ ദാഖിലിയ ഗവർണറേറ്റിൽ നിന്നുള്ള സിവിൽ ഡിഫൻസ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. അപകടങ്ങൾ ഒഴിവാക്കാനായി ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും മറ്റും ഉപയോഗിക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും ഉപയോഗശേഷം ഇവ ഓഫ് ചെയ്യണമെന്നും അധികൃതർ വീട്ടുടമകളെ ഓർമ്മപ്പെടുത്തി. എന്തായാലും വേനൽ കടുത്തതോടെ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.